Dears, welcome back to Aegon Learning. So, കഴിഞ്ഞ 5 വർഷത്തെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് അതി? Identify the poisonous gas formed by the oxidation of chloroform. Chloroform partial oxidation വഴി ഉണ്ടാവുന്ന poisonous gas ആണ് phosgene. Yes, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് lanthanoids കാണിക്കുന്ന most common oxidation state. Lanthanoids oxidation state ആണ്. എത്രയാണെന്ന് നോക്കാം. Yes, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following compound undergo Hoffman-Bramamide degradation reaction? Hoffman-Bramamide degradation reaction പോകുന്ന ഏതാ? Amides ആണ്. Option 2 ആണ്. Yes. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ഓഫ് ദി ഓക്സിഡൈസിംഗ് ഏജന്റ് വിച്ച് ക്യാൻ എഫക്ട് ദ ഫോളോയിങ് കൺവേർഷൻ. അതായത് പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൽക്കഹോൾ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എഫക്ട് ചെയ്യാനും പാടില്ല. ഏത് റിയേജന്റ് എന്നാണ്? PCC ആണ് അല്ലേ? ഇറിഡിയം ക്ലോറോക്രോമിക്. യെസ്. Next question, which among the following is an ambidentate? Ambidentate ligandനെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ട് ഡോണർ ഉണ്ടാവും, but at a time it can make only one bond with the central metal atom. Yes, ഏതാണ്? SCN- ആണ്. Yes. അടുത്ത ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് വെച്ചിട്ട് അതിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാം. 1.5 into 10 - 14 second inverse or per second ആണ്. Yes, second inverse കണ്ടാൽ മനസ്സിലാക്കുക അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. Yes. അടുത്തത് യെസ്, ഇത് നമ്മൾ കണ്ടു. ലാന്തനോയിഡ്സിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്. CONS3 NO2Cl2. NO2 is an ambidentate ligand. യെസ്, ഇതിന്റെ ഐസോമെറിസം സെലക്ട് ചെയ്യാനാണ്. അപ്പൊ ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾ കാണിക്കുന്ന ഐസോമെറിസം ഏതാണ്? ലിങ്കേജ് ഐസോമെറിസം ആണ് ആൻസർ. ആൻഡ് പിക്രിക് ആസിഡിനെ ഐഡന്റിഫൈ ചെയ്യാണ്. 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ. പിക്രിക് ആസിഡിന്റെ സ്ട്രക്ചർ 2,4,6 ട്രൈനൈട്രോഫിനോൾ ആണ് പിക്രിക് ആസിഡ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ആസിഡ് ക്ലോറൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ആരുടെ പ്രസൻസിലാണ്? കാറ്റലിസ്റ്റ് ഉണ്ട്. പലേഡിയം ഓവർ ബേരിയം സൾഫേറ്റ്. യെസ്, ആൽഡിഹൈഡ് ആണ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആൻഡ് ദ റിയാക്ഷൻ ഈസ് കോൾഡ് റോസൻമണ്ട് റിഡക്ഷൻ. യെസ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഓൾറെഡി കണ്ടു. റിപ്പീറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ. യെസ്, പിക്രിക് ആസിഡ് നമ്മൾ കണ്ടതാണ്. Yes, ഈ question. Number of moles of solute. Number of moles of solute per liter of solution. ഒരു ലിറ്ററിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട് അല്ലെ? അത് പറയുന്നത് മുളാരിറ്റി. യെസ്, മക്കള് ലിറ്റർ കാണുമ്പോൾ ലിറ്റി ആണെന്ന് കരുതും, പക്ഷെ എന്താണ് അതി? റിറ്റി ആണ്. മുളാരിറ്റി ആണ് ആൻസർ. യെസ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes, the potential assigned to a standard hydrogen electrode. എവിടെയെങ്കിലും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ is 0, assumed to be 0. യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന ഓർഡർ ചോദിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. 3 into 10 - 4 second inverse is first order. Next is. Yes. The അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The general outer electronic configuration of d block element. d block elements in a general outer electronic configuration ഒന്ന് പറയാം. Yes. അപ്പോൾ ഇത് രണ്ട് ആൻസർ എഴുതാം. n-1 d 1 to 10 ns 1 to 2 ഉം എഴുതാം. n-1 d 1 to 10 ns 0 to 2 രണ്ടും ആൻസർ കീയിലുണ്ട്. രണ്ടും എഴുതുന്ന ആൾക്ക് 1 മാർക്ക് കിട്ടും. Yes. The oxidation number of cobalt in CONS3 Yes, ആ ക്വസ്റ്റ്യനിൽ ഒരു എറർ ഉണ്ടല്ലേ. NH3 5 ടൈംസ് ആണ്. ക്വസ്റ്റ്യൻ എറർ വന്നതാണ് ആ വർഷം. അതുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ. +3 ആണ്. ക്വസ്റ്റ്യനിൽ അന്ന് എറർ സംഭവിച്ചാണ്. യെസ്. ഏതാണ്? PCl5 ആണ്. അവിടെ PCl5. യെസ്. The most acidic alcohol among the following. തന്നിരിക്കുന്നതിൽ അസിഡിറ്റി ഏറ്റവും കൂടിയ ആൽക്കഹോൾ ഏതാണ്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അസിഡിറ്റി കൂടുന്നു. ഏതായിരിക്കും? മെത്തനോൾ ആണ്. യെസ്. അപ്പോൾ pK വാല്യൂ അനുസരിച്ച് മെത്തനോൾ ആണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും. Draw the structure of 4-nitrobenzaldehyde. 4-nitrobenzaldehyde. Yes. നാലാമത്തെ ക്വസ്റ്റ്യനിൽ NO2 ഗ്രൂപ്പ് വരുന്നു. ദിസ് ഇസ് 4-nitrobenzaldehyde. സോ ഇത്രയുമാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി 2 മാർക്കും 3 മാർക്കും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ വേഗം കണ്ട് നാളത്തെ എക്സാം അടിപൊളിയായിട്ട് ഇന്നത്തെ 7 മണിക്കുള്ള ലൈവ് ഇന്ന് 7 മണിക്കും നാളെ രാവിലെ 6 മണിക്കും. യെസ്, ആദ്യം തന്നെ നമ്മൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ഓർഗാനിക് ചാപ്റ്റേഴ്സും കോർഡിനേഷനും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ഒറ്റ ദിവസത്തെ ലൈവിൽ തന്നെ 60 നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. Bye-bye.